വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ക്യാമറയുടെ ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം കളേഴ്സ് ഇച്ചിരി കൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തൊട്ടുള്ള വീഡിയോസിൻ്റെ ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇച്ചിരി കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. എന്നിട്ട് നാളെ ഉച്ചയ്ക്കാണ് ഫസ്റ്റ് കോട്ട് ഓഫ് ടാനിങ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതായത് എനിക്ക് മീൽസ് ഫുള്ള് നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരം എനിക്ക് പുറത്തുനിന്ന് കഴിക്കാം, കുഴപ്പമില്ല. എൻ്റെ മാക്രോസിനെ ബേസ് എനിക്ക് പുറത്തുനിന്ന് കഴിക്കാം. പക്ഷേ എല്ലാ മീൽസും എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആക്രോസി നഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേഷനിലായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്ന കുറച്ച് ബിരിയാണിയാണ്. അപ്പോൾ അത് ഞാൻ എസ്റ്റിമേഷൻ വെച്ചാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് എന്നൊക്കെ മേടിക്കാനുള്ളത് നിന്നെ കാണിക്കത്തില്ല. ഓക്കെ, ടാൻ അടിക്കാൻ നേരം അത്യാവശ്യം ഇടാനുള്ള ഒരു ജോഗർ മേടിക്കണം. അത് ബ്ലാക്ക് ആണെങ്കിൽ നല്ലത്, കോട്ടൺ ആണെങ്കിൽ നല്ലത്. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, തൽക്കാലം ഉള്ളൊരു ജോഗർ ഇരിപ്പുണ്ട്, അത് തന്നെ ഇടേണ്ടി വരും. പക്ഷേ അത്യാവശ്യം നൈസാണ്, ഞാൻ പുറത്തിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം. അപ്പോൾ അത് ചീത്തയാക്കും. അറ്റ്ലീസ്റ്റ് ഡാർക്ക് കളർ ആണെങ്കിൽ പിന്നെ കഴുകിയെടുത്താലും അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് മീൻസ് ഉള്ള ജോഗർ ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് കളർ, ഇങ്ങനെ ക്രീം ബ്ലൂഷ്. അത് ശരിക്കും എന്തെങ്കിലും ആയാൽ പിന്നെ അത് കഴുകിയെടുക്കാൻ പാടാം. പിന്നെ ഇപ്പോൾ നമുക്ക് മേടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ നാളത്തെ മീൽസ് സിമ്പിളാക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഫ്ലൈറ്റിലായിരിക്കുമല്ലോ ട്രാവൽ, അപ്പോൾ നമുക്ക് ഒത്തിരി ഫുഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പ്രോട്ടീനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് വേണം, താനും കാർബും വേണം. കാരണം നാളത്തെ ഒരു കാർബ് ലോഡുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ലെറ്റ്സ് എൻ്റെ ഡെയിലി ഉള്ള ഫുഡുകൾ പോലെ ഞാനിപ്പോൾ ഒരു നേരം മുട്ട, ഒരു നേരം ഫിഷ്, അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ സെപ്പറേറ്റ് ഒത്തിരി പാക്ക് ചെയ്യേണ്ടി വരും. അവിടെ ഞാനിപ്പോൾ തീരുമാനിച്ചേക്കുന്നത് നമ്മളിവിടെ ബീഫ് മേടിക്കും. എന്നിട്ട് ഫുൾ ഡേക്ക് വേണ്ടി അറൗണ്ട് 1 kg ഓഫ് ബീഫ്, 1 കിലോ ബീഫും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടാറ്റോസ് വെക്കണം. അപ്പോൾ അത്രമായിരിക്കും നമ്മുടെ കാർബ് സോഴ്സും പിന്നെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. അത് ഇന്ന് വന്നിട്ട് ഉണ്ടാക്കി വെക്കണം. വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? അതൊക്കെ അഖിലിൻ്റെയിലുണ്ട്, അഖിൽ കൊണ്ടിരുന്നു പറഞ്ഞു. എൻ്റെ ടെക്നിക്സ് മറന്നുപോയി. സോ നമ്മൾ ഓർഡർ ചെയ്തൊരു ബിരിയാണിയാണ്, അതിൻ്റെ അടുത്തൊരു മിൻ ലൈമും. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, നിങ്ങളെന്താണ് കഴിക്കുന്നത്, നിങ്ങളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്നുണ്ടെങ്കിൽ യെസ്, ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ചെയ്യരുത്. ഇന്നത്തെ ഞാൻ വേറെ മീൽസൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ബീഫ് മേടിച്ചിട്ട് ബീഫ് വെച്ച് കുക്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം ഇനി ബാക്കി മീൽസ് എല്ലാം. നാളത്തേക്കാണല്ലോ അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടെ കാർബ് ലോഡ് ചെയ്യണം. ഇപ്പോൾ ബിരിയാണിയിൽ നിന്ന് വരുന്ന റൈസ് ഒരു സെറ്റാണ്, പക്ഷെ അത് പോരാ, വേറെ ഫ്രൂട്ട് സോൾസും എടുക്കണം. പിന്നെ പൊട്ടറ്റോസ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോസും കൂടെ ആഡ് ചെയ്യണം. എൻജോയ് ചെയ്ത് കഴിക്കുക. ഇതുവരെ ഇത്ര ആയിട്ടേ ഉള്ളൂ. ബട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിഞ്ഞ് ഒരു മീൽ കഴിഞ്ഞ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, ചാരിറ്റി ഷോപ്പിൽ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്നാൽ അത്യാവശ്യം വില കുറച്ച്. നോ, ഐ ജസ്റ്റ് ഫിലിമിങ് മൈസെൽഫ്, യു ക്യാരി ഓൺ. താങ്ക് യു. നല്ല ഇറക്കൻ. അപ്പം യൂസ്ഡാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഇവിടെ ഇപ്പോൾ ഒരു ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഷോപ്പുകളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ചാരിറ്റി, അതിലോട്ടാണ് അതിൽ മിക്ക കാശും പോകുന്നത്. സോ നമ്മൾ അതിൽ നിന്ന് മേടിക്കുമ്പോൾ അതിലൊരു പാർട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇവൻറ്റിന് വേണ്ടി നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാശ് മുടക്കി മേടിക്കേണ്ട കാര്യമില്ലല്ലോ. സോ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചാരിറ്റി ഷോപ്പുണ്ട്, നമ്മൾ അവിടെ നിന്ന് സാധനം മേടിക്കും. ഇനി ലെറ്റ്സ് സേ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ല എന്നൊരു കേസാണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ചെറിയ കുറച്ച് കടകൾ ഇവിടെ പറയുമ്പം കാണാൻ വലിയ മോളൊക്കെ പോലെയാണെങ്കിൽ പോലും പക്ഷേ പ്രൈസ് കൊണ്ട് അത്യാവശ്യം നമുക്ക് വില കുറച്ച് കിട്ടുന്ന കൂട്ടൊരു കടയുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്കിനി ആ കടയിലോട്ട് പോകാം. അതെ, പ്രൈമാർക്ക് എടുത്തോ. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പാൻറ്റുകൾ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കൂടി ജോഗർ ടൈപ്പ് ഒന്നുമില്ല. പിന്നെ ഉള്ളതാണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളുടെ അല്ലേ? അതെ,
ഇത് മറ്റേ ആ ക്ലോത്തിങ്, ഈ ക്ലോത്തിങ് മറ്റേ മേത്ത് കിടന്ന് ഒരയും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ മിഷൻ ചെറുതായിട്ട് ഫെയിലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച 2 കടയിൽ സാധനങ്ങളില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പം 3ാമത്തെ ഒരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ഒരു ജോഗർ എടുത്തെടുത്തേ ഉള്ളൂ. പോയാൽ പോട്ടെ എന്ന് വെക്കണം. കഴുകിയാൽ പോകേണ്ടതാണെങ്കിലും റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഇതിൽ നോക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഉടുപ്പ് കിട്ടും. അതെ, എൻ്റെ ജോഗർ തപ്പി അവളാണ് ഉടുപ്പ് മേടിച്ചത്. ലൈക്ക് ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് ജസ്റ്റ് 1.5 pounds. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നല്ല ബ്രാൻഡ്, ലൈക്ക് നല്ല ബ്രാൻഡാണ്. അവിടെ കുറേ ഫോർമൽ ഡ്രസ്സുകൾ കിടപ്പുണ്ട്, ഷർട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിടപ്പുണ്ട്. ലൈക്ക് ഇപ്പോൾ M&Sൻ്റെ ഒക്കെ നല്ല വില കുറച്ചായിട്ടേക്കുന്നു. പോയി മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് അബൌട്ട് 80 pounds, 70 pounds, 100 pounds അബവ് അങ്ങനെയാണ്. ഇതാണ് ഈ 5 pounds. ബട്ട് ഇറ്റ്സ് വെരി നൈസ്, നല്ല ക്വാളിറ്റിയാണ്. എനിക്കറിയത്തില്ല, ഐ ഹാവ് ദിസ് വിയർഡ് ഒബ്സഷൻ വിത്ത് ഷർട്ട്സ് ലൈക്ക് ദിസ്, ലൈക്ക് നോർമൽ ഓവർ സൈസ്ഡ്. അത് ഞാൻ അവിടെ ദുബായിലൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോൾ എവ്രിവൺ സെഡ് ഈ ആണുങ്ങളെ പോലെ ഇറ്റ്സ് നോട്ട് ആണുങ്ങളുടെ സ്റ്റൈൽ ആക്ച്വലി. ഞാൻ ഈ അപ്പുറത്തെ സൈഡിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്തോട്ട് നടന്നു പോയി. അത് പക്ഷേ വേറെ ഏതോ പെണ്ണായിരുന്നു. ഇത് ലിനൻ ടീഷർട്ട്സ് ആണ് ഫുള്ള്. ഇത് ഇവിടുത്തെ തുണിയൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണിക്കാൻ. ഇത് ഇങ്ങനത്തെ ഭയങ്കര സിമ്പിൾ ഡിസൈൻസ് ആണ്. ഈ കളറ് ഇതൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഐ ഹാവ് ദിസ്. ഇത് കൊള്ളാം. നമ്മളിവിടെ നിന്നും മേടിക്കാൻ കയറിയതല്ല, ചുമ്മാ ഇത് കണ്ടപ്പോഴത്തേക്കും വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ അത്യാവശ്യം കളക്ഷൻസൊക്കെ നല്ല രസമാണ്. നോക്കൂ, നമ്മൾ എന്തിലെത്തിന്ന് 1 piece മങ്കി ഡി ലുഫി. ഇതേ കുറേ കിഡ്ലൻ കളക്ഷൻസ് വന്നിട്ടുണ്ട്. കയ്യില്ലാത്ത ഈ കുറേ ടീഷർട്ടുകൾ, ഇതൊക്കെ പിന്നീട് എടുക്കണം. ഗൺസ് ആൻഡ് റോസസ്. താഴെ നിർവാണയുടെ കിടപ്പുണ്ട്. ഗ്രീൻ ഡേ. പതിവില്ലാത്ത നല്ല കളക്ഷനുള്ള ഇവിടെയൊക്കെ. സോ ഇവിടെ നമുക്കൊരു ഓവർ സൈസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ ലാർജാണ്. എൻ്റെ വേസ്റ്റ് സാധാരണ ചെറുതായതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ സൂട്ടാകാറില്ല. പിന്നെ ഇപ്പോൾ ഇട്ടേക്കുന്ന ഇതാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ വലിച്ച് കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ബാക്കി അല്ലാണ്ട് ഇടുന്നത് ലൈക്ക് താഴോട്ട് തൈസിന് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് വേണം താനും. സോ നമുക്കിത് ഇട്ട് നോക്കാം. അത്യാവശ്യം വിലയുണ്ടെങ്കിൽ ഇട്ട് നോക്കാം. നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഓവർ സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇപ്പം ഇതുണ്ടോ, ഇതിപ്പോൾ വേസ്റ്റ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു ലെയറൊക്കെ ഇവിടെ എക്സ്ട്രാ ഇങ്ങനെ പുറത്തോട്ട് കിടക്കുവാണ്. അല്ലാതെ എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മളിത് തന്നെ മേടിക്കുകയാണ്. പിന്നെ ഇപ്പം ഫുഡ് കഴിച്ചതിൻ്റെ മാത്രം ഒരു വയറിൻ്റെ ഇതുണ്ട്. അപ്പം നാളത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് മറ്റന്നാൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ലുക്കായിരിക്കും. കാരണം നമ്മുടെ കാർബ് ലോഡിങ് പോലെ അത്യാവശ്യം തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ മെയിൻ ചേഞ്ച് വരാൻ പോകുന്നത് ഫൈനൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേയുള്ള പമ്പിലായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് വർക്കൗട്ടില്ല. അപ്പം ബോഡിയിൽ ഗ്ലൈക്കജൻ കയറുന്നുമുണ്ട്, എന്നാൽ ആ പമ്പ് കിട്ടാൻ വേണ്ടി ബോഡി വെയിറ്റിങ്ങുമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ബോഡി നല്ല രീതിയിൽ ചേഞ്ച് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് വി ആർ ഇൻ മിനിസോ. ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം കുറേ ആനിമയുടെ ക്യാരക്ടേഴ്സൊക്കെ മേടിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കിടാനുള്ള ടാൻ അടിച്ച് കഴിയുമ്പോൾ ഇടാനുള്ള തുണികളെല്ലാം മേടിച്ച് കഴിഞ്ഞു. നീ എന്നെ നോക്കിയാൽ വന്നവിടെ എന്തോ ബാഗ് നോക്കി വന്നതാണ്. ഓക്കെ, എനിക്കിനി ബീഫ് മാത്രമേ മേടിക്കാനുള്ളൂ. ബീഫും ഒരു കാര്യം ചെയ്യാം, കാർബ് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ എളുപ്പത്തിന് വേണ്ടി റൈസ് കേക്ക്സ് മേടിക്കാം. റൈസ് കേക്ക്സും ബനാനയും. അപ്പോൾ അതാണെങ്കിൽ ഈസി സോഴ്സുമാണ്, നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ വേണ്ട. ചുമ്മാ ഏതൊരു പഴം വെട്ടി വെച്ചാൽ മതി.
അപ്പോൾ നമുക്ക് കാർബും ഫില്ലാകും. പക്ഷേ എനിക്ക് വേണ്ട അത്രയും കാർബിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും റൈസ് കേക്ക്സ് വേണം എന്നുള്ളത് അവിടെ ചെന്ന് അതിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ വായിച്ച് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യണം. പക്ഷേ ബീഫ് ഡിസൈഡാണ്. 1.5 കിലോ മേടിക്കണം. ഇന്നത്തേക്ക് 500 ഗ്രാംസും നാളെ ഫുൾ ഡേക്ക് വേണ്ടി അറൗണ്ട് 1 kg. ഇവിടെ നമുക്ക് ഹോട്ട് കേക്ക്സും ഉണ്ടായിരുന്നു, കോൺ കേക്ക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ അറൗണ്ട് ഒരെണ്ണം 100 ഗ്രാമിൽ വരുന്നത് 85 ഗ്രാം കാർബും ഇതിൽ വരുന്നത് 77 ഗ്രാം കാർബുമാണ്. ഇത് ഓരോന്നും 130 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പം രണ്ടും കൂടെ ഫുള്ള് കഴിച്ച് കഴിഞ്ഞാലും അറൗണ്ട് ഒരു 190-180 ഗ്രാം കാർബ് ഫില്ലാകും. നമ്മളിവിടെ ഇവിടുത്തെ സാധാ നമ്മുടെ നാട്ടിലെ കട പോലത്തെ ഇവിടെ കുറച്ച് ഏഷ്യൻ സ്റ്റോറുകൾ അങ്ങനത്തെ സ്റ്റോറുകളൊക്കെ ഉണ്ട്. നമ്മൾ കറങ്ങി തിരിച്ച് അങ്ങനത്തെ ഒരു കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മീറ്റിന് ഇച്ചിരി കൂടെ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ ഇവിടുത്തെ കടകളെക്കാട്ടിലും ഞാനിപ്പോൾ ഇവിടുന്ന് സാധാരണ ഇവിടെ ഞാൻ ബീഫ് മേടിക്കുന്നത്. അപ്പോൾ ഒരു വിത്ത് ബോണും വിത്തൗട്ട് ബോണുമാണ് ഞാൻ സാധാരണ മേടിക്കുന്നത്. ഇതെവിടെ അപ്പോൾ അതിലൊരു 1/2 കിലോ വിത്ത് ബോണും 1 കിലോ വിത്തൗട്ട് ബോണും മേടിക്കണം. കാരണം നാളെ പോകാൻ നേരം ഇന്ന് രാത്രി അറൗണ്ട് ഒരു 500 ഗ്രാംസ് കഴിച്ച് തീർക്കുന്ന രീതിയിലും ബാക്കി ഫുള്ള് നാളത്തെ ഒരു ഫുൾ ഡേ. കാരണം നാളെ നമ്മളവിടെ ചെല്ലുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കടകൾ എന്താണ്, അവിടുത്തെ അവൈലബിലിറ്റി എന്താണ്, ഫുഡുകൾ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് മാക്സിമം ഇവിടുന്ന് ഇപ്പോൾ മേടിക്കുന്നു, രാത്രിത്തേക്ക് കുക്ക് ചെയ്യുന്നു. കാർബ് സോഴ്സായിട്ട് ഇതും മറ്റേ ഒരു പാക്കറ്റും കൂടെ കയ്യിരിപ്പുണ്ട്. ഇതിനകത്ത് പഴം വെച്ച് നമ്മൾ ഫുൾ ഡേ കാർബിൻ്റേക്കും ഫില്ല് ചെയ്യുന്നു. പിന്നെ കോമ്പറ്റീഷൻ അന്ന് നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡഡ് ആണ് നമ്മൾ നിൽക്കുന്ന സ്റ്റേയിൽ. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കിട്ടുന്നത്, അത് മോസ്റ്റ്ലി എന്തെങ്കിലും കാർബ് സോഴ്സ് കാണും. ഇവിടെ കൂടുതലും പൊട്ടറ്റോസൊക്കെ വെച്ചാണ് ഇവിടുത്തെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പൊട്ടറ്റോസും എഗ്സും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ഫൈനൽ കോമ്പറ്റീഷൻ മുന്നേയുള്ള മീലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ് എല്ലാം തീർന്നു. ഇനി തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു, ബീഫ് കുക്ക് ചെയ്യുന്നു, നാളത്തേക്കുള്ള മീൽസ് പാക്ക് ചെയ്യുന്നു. പിന്നെ അത്യാവശ്യം സാധനങ്ങളും പാക്ക് ചെയ്യാനുണ്ട്. ID കാർഡെല്ലാം എടുക്കണം, നമ്മൾ മേടിച്ച് തുണിയെല്ലാം പാക്ക് ചെയ്യണം. കോമ്പറ്റീഷനുള്ള നമ്മുടെ കോമ്പറ്റീഷൻ്റെ പേരുണ്ടല്ലോ, നമ്മുടെ കോമ്പറ്റീഷൻ ജെട്ടി അതിടണം. പിന്നെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കണം, കാരണം ടാൻ അടിച്ച് കഴിയുമ്പോൾ അതേ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്ട്രാ 1-2 തുണി എടുക്കണം. ക്യാമറയെല്ലാം ചാർജ് ചെയ്യണം, ബാറ്ററീസ് എല്ലാം ചാർജ് ചെയ്ത് വെക്കണം, മൈക്കെല്ലാം ചാർജ് ചെയ്യണം. ഇതെല്ലാം ഇനി ചെന്നിട്ട് വേണം ഓർക്കാൻ. വേണ്ട. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. നാളത്തെ വീഡിയോയിൽ നമ്മുടെ ട്രാവല്, നമ്മുടെ അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഫസ്റ്റ് കോട്ട് ഓഫ് ടാനിങ്, പിന്നെ എന്നാ ഫുൾ ആ ലൊക്കാലിറ്റി എങ്ങനെയുണ്ട്, വേറെ നാളത്തെ വീഡിയോക്കകത്ത് പറയാനുള്ളത് നമ്മുടെ മീൽസ് അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നു, എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അയ്യോ, വേറൊരു വീഡിയോ അല്ല, മിക്കവാറും ഇതിൽ തന്നെ ഞാൻ ബാക്കി അതും കൂടെ പറയാം. അതായത് ബീഫിൻ്റെ റെസിപ്പീസും കാര്യങ്ങൾ, റെസിപ്പീസായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ പറയാം. കയ്യോടെ പിടികൂടി. ഞാൻ കുക്ക് ചെയ്യുന്ന ബീഫിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. നമ്പർ 1 തിങ്, നമ്മൾ ഇത് ഓവൻ ഓണാക്കി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മാക്സിമം ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ 250 ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഓണാക്കി ഇട്ടേക്കുവാണ്. അപ്പം അതവിടെ റണ്ണാകട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് കഴുകിയെടുക്കണം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിനകത്തോട്ട് നമുക്ക് 1.5 കിലോ ബീഫുണ്ട്. 1.5 കിലോ ബീഫ് എന്ന് പറയുന്നതിൽ അപ്രോക്സിമേറ്റ്ലി 1/2 കിലോ ഇന്ന് രാത്രിത്തേക്കും ബാക്കി നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ളതുമാണ്. അപ്പം ഞാനിതിൽ 2 സെക്ഷനായിട്ട് മേടിച്ചിരിക്കുന്നത്. ഒന്ന് കുറച്ച് ഫാറ്റ് സോഴ്സിന് വേണ്ടി, അത് നമ്മൾ വേറെ ഫാറ്റ് സോഴ്സ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിത്ത് ബോണ്, അത്യാവശ്യം ഫാറ്റ് ലെയർ ഉള്ള കുറച്ച് ബീഫും വിത്തൗട്ട് ബോണ് 1 കിലോ ബീഫുമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് കഴുകിയെടുക്കണം. ബൗളൊന്ന് മാറ്റേണ്ടി വന്നു, കാരണം സാധാരണ ഉള്ളതിലും ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു ബീഫ്. അപ്പം നമുക്കിനി ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇതിന് യൂസ് ചെയ്യുന്നത് ഉപ്പുണ്ട്, മല്ലി,
ചില്ലി ഫ്ലേക്സ്, ഇഞ്ചി, ഇത്തിരി ഇവിടെ മഞ്ഞളുണ്ടായിരുന്നല്ലോ, ഇഞ്ചി അല്ലേ പടം വെച്ചേ, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ ഫൈനലി ബീഫ് മസാല. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫ്ലേവറിങ്ങിന് ഗാർലിക് ഗ്രാനുൾസ് ഇടാം. ഞാൻ പറഞ്ഞ ഇത്രയും മസാലകളൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മസാല കഴിക്കുന്നതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, എക്സ്ട്രീം മസാലയിലോട്ട് പോകരുത്. 2, നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു മസാല കഴിക്കുമ്പം, ലൈക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് മസാല അതൊരു പർട്ടിക്കുലർ എമൗണ്ടിൽ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡിയിൽ ഡൈജഷൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ബ്ലോട്ടിങ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളം കയറുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഐ മീൻ ഒരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ ചെല്ലുന്ന ടൈമിൽ. ഇപ്പോൾ അതല്ല, നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സീനാണ്, എല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ബ്ലാൻഡായിട്ടുള്ള ഫുഡുകൾ തന്നെ കഴിക്കുക. ഇനി നിങ്ങൾക്ക് അത് ഇട്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു മയത്തിൽ അപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ബോഡി അത്യാവശ്യം നല്ല രീതിയിലാണ് അപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളിട്ട് നമ്മുടെ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യും. ഇനിയുള്ള പോയിന്റിൽ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്തത് ജനറലി പറയുന്ന പോലെ ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടെ പിടിക്കുമായിരിക്കും. പക്ഷെ ഞാൻ അത്രയൊന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇത് ചെയ്യുമ്പോൾ ടേസ്റ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത്രയും കഴിയുമ്പോഴേ 1-2 ഫോയിൽ എടുക്കും. തൽക്കാലം ഒരെണ്ണം മതി, നമുക്ക് ലാഭിക്കാം. പിന്നെ ഇതിങ്ങനെ ഇപ്പത്തേലൊന്ന് പെതറിയിടുക. മാക്സിമം ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കാത്ത രീതിയിൽ ഒന്ന് അകത്തി ഇടുക. കാരണം ഇതിന് നമുക്ക് തുറന്നിട്ട് പകുതിയാകുമ്പോൾ ഒന്ന് മറിച്ചിടാനുള്ളതാണ്. അത്യാവശ്യം ഇട വേണം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ബീഫ് ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പുറത്തോട്ട് വെക്കേണ്ടി വരും. പിന്നെ വെള്ളം കഴുകണം. ഓയിൽ വെച്ചത് വെറുതെയായി. ഇനി നമ്മളിതിനെ താഴെ ഓവനിലിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തുറക്കുമ്പോഴേ ഹീറ്റായിട്ടുണ്ട്. അപ്പം ഓവൻ്റെ അകത്തോട്ട് നമ്മൾ ഇത് കയറ്റി വെക്കും. പക്ഷേ ഇപ്പം നമ്മുടെ ടെമ്പറേച്ചർ അതിനകത്ത് കിടക്കുന്നത് 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളത് കുറച്ച് 200 ഡിഗ്രി സെൽഷ്യസ് വെക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഫോണിൽ 10 മിനിറ്റ്സിന് ടൈമർ വെക്കും. കറക്റ്റ് 10 മിനിറ്റ്സ് ആകുമ്പോഴേ ഞാനത് ഫുള്ള് ഫ്ലിപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ്സും കൂടെ ടൈമർ വെക്കും. 10 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ടൈമർ ഇപ്പം 10 മിനിറ്റ് അടിച്ചേ ഉള്ളൂ. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കിനാണ് പയ്യെ തുറക്കാം. ഓക്കെ, ഒന്ന് പോട്ടെ. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇങ്ങനെയായി. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യേണ്ടത് ഈ പീസിനെല്ലാം ഒന്ന് മറിച്ചിടുക, വീണ്ടും 10 മിനിറ്റ് എടുത്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ട ആ ഒരു ഫുൾനെസ് കിട്ടാനും ആ ഒരു പമ്പ് കിട്ടാൻ വേണ്ടിയുള്ള ഫുഡുകളായിരിക്കും നമ്മൾ മെയിനായിട്ട് ലോഡ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതിൽ കാർബായിട്ട് എടുക്കാൻ പോകുന്നത് ഈ റൈസ് കേക്ക്സിൽ കുറച്ച്, ഇതിപ്പം ഇത്രയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഒന്നര പോർഷനും നാളത്തേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു 6 കേക്കോ ഒരു 8 കേക്കോ എടുക്കും. അതിനകത്തോട്ട് നമുക്ക് 2 ബനാന ഇരിപ്പുണ്ട്. ഈ പഴം അതിനകത്തോട്ട് മുറിച്ച് വെക്കും. പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഹണി ഇടും. പിന്നെ ഫൈനലി ഇതിലെല്ലാത്തിലും കുറച്ച് ഡ്രിസിൽ ചെയ്ത് പിങ്ക് സോൾട്ട് ഇടും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സമയം ഇവിടെ താഴെ ബീഫിനടുത്തത് 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുറക്കത്തില്ല, നമ്മളത് ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കത്തേ ഉള്ളൂ. ഒരു കുറച്ച് നേരം അതിന് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു നമ്മൾ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൈ ആ ഒരു ലുക്ക് കിട്ടും. അന്നേരം ആ ഒരു ക്രിസ്പിനെസ് കിട്ടും അതിന്. അപ്പം തന്നെ തുറക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേ ജസ്റ്റ് നമ്മൾ ഈ കുക്കറിൽ നിന്നൊക്കെ വേവിച്ച പോലെ വെള്ളമൊക്കെ ഒലിച്ച് അങ്ങനത്തെ ഒരു പരുവത്തിലിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം അതിനകത്ത് ഇട്ട് വെക്കുന്നത്.
8 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ 4 തൽക്കാലം ഇത് വിട്ടിരിക്കട്ടെ. 4 നമുക്ക് ഈ പഴം ഇതിലൊരെണ്ണം സ്ലൈസ് ചെയ്ത് വെക്കാം. കാരണം ഇന്നത്തേക്ക് ഇനി ഒരു മീലും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മീലിനത്തേക്ക് നമ്മൾ കുറച്ച് റൈസ് കേക്കും കൊടുക്കും. അപ്പോഴത്തേക്ക് അടുത്തൊരു പഴം ഇടാം. സ്പൂൺ എടുക്കുക, അരിഞ്ഞിരിക്കും ഇടുക. ഇത് കഴിക്കാൻ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ടിപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് സാധാരണ ആൾക്കാർ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ആൽമണ്ട് ബട്ടറും കൂടി ഇടും. പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫാറ്റ് സോഴ്സ് ആയിട്ട് ഞാൻ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇൻക്ലൂഡിങ് ബോൺ ആൻഡ് വിത്ത് ബോൺ ആൻഡ് വിത്തൗട്ട് ബോൺ അങ്ങനത്തെ രണ്ട് സെപ്പറേറ്റ് ആണ് മീറ്റ് മേടിച്ചിരുന്നത്. അതിലപ്പോൾ അതിൽ ഫാറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറച്ച് മേടിച്ചിട്ടുണ്ട് പീസുകൾ. അപ്പം ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ഫാറ്റ്സ്. അതുകൊണ്ട് നമുക്ക് വേറെ എക്സ്ട്രാ ഫാറ്റ്സ് ഇനി കൊടുക്കാത്തത്. അപ്പം ഒരു പൊടിക്ക് പിങ്ക് സോൾട്ട് എല്ലാത്തിലും, പിന്നെ ഒരു പൊടിക്ക് ഹണി. ഇതും നല്ല സോഴ്സ് ഓഫ് കാർബാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഒരു നല്ല കാർബ് മീൽ റെഡി ആയിരിക്കുകയാണ്. ടോട്ടൽ 20 മിനിറ്റ് കുക്ക് ചെയ്ത് ഇപ്പം സെറ്റായിട്ടിരിക്കുന്ന ബീഫാണ് ഈ കാണുന്നത്. ഇതിനെ ഒരു പീസ് എടുത്ത് കാണിക്കുക. അപ്പോൾ ഇതിൽ ബോൺ അറ്റാച്ച്ഡ് ഒരു പീസ് എന്ന് പറയുന്നത് ഇതൊരു കുറച്ച് നേരം കൂടെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ക്രിസ്പി ലുക്ക് കിട്ടും. ഞാനിപ്പോൾ തൽക്കാലം അടച്ച് വെച്ചേക്കുവാണ്, കാരണം ഇപ്പോൾ കഴിക്കുന്നില്ല. സോ അതാണ് നമ്മുടെ ബീഫിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനി എനിക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത പോലത്തെ കുറച്ച് റൈസ് കേക്ക് നാളത്തേക്ക് വേണ്ടി പാക്ക് ചെയ്യണം. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പം അതിന് മുന്നേ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം. സോ ഐ വിൽ സീ യു ഇൻ ടുമോറോസ് വീഡിയോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.